ലോയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ LH യദുവും തമ്മിലുള്ള വിഷയത്തിൽ വീണ്ടും വഴിത്തിരിവ്. യദു ഇതിനു മുൻപും തന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന ആരോപണവുമായി നടി എന്നവകാശപ്പെടുന്ന ഒരു യുവതിയും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ തന്നെ തോൽപ്പിക്കാനാവില്ലെന്നും ഇനിയും ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളിൽ പെടുത്താനും വ്യാജ കേസുകളിൽ പെടുത്തി തന്നെ തകർക്കുവാനും ഇവർ ശ്രമിക്കുമെന്ന് യദു ഡെയിലി മലയാളി ന്യൂസിനോട് പറഞ്ഞു. നിലവില് ഈ മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയത് സഹപ്രവർത്തകരാണോ അല്ലെങ്കിൽ യൂണിയന്റെ ആണെങ്കിലും ആണോ ഇതിൽ പോകുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ സഹപ്രവർത്തകനെ ഒരിക്കലും കുറ്റം പറയില്ല. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അവനൊരു പാർട്ടി പ്രവർത്തകനാണെന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. ഒന്നിൽ പ്രവർത്തിക്കാൻ പോകുന്നില്ലെന്ന് അവൻ തന്നെ പറയുന്നത്. ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും എടുത്ത് മാറ്റിയെന്ന് എനിക്കറിയാവുള്ളൂ. യൂണിയൻകാരെ ഒന്നും പറയുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എടുത്ത് മാറ്റി കാണും. അതുപോലെ തന്നെ ഈ നമ്മുടെ MP റഹീം, അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുണ്, പിന്നെ ഇടതുനിരീക്ഷകനും ഇന്നലെ ചാനൽ വലിയൊരു ഗൂഢാലോചന ഇതിനെ വഴി തിരിച്ചു വിടാനായിട്ടുള്ള ശ്രമം ഉണ്ടല്ലോ. അതല്ലേ ഇന്നത്തെ ഒരു കേസ്. റോഷ്നി റോഷൻ എന്ന് പറഞ്ഞ നടി പറഞ്ഞേക്കുന്നത് അങ്ങനെയാണല്ലോ. അലിഗേഷൻ, പുതിയ അലിഗേഷൻ. അസഫ്യം പറഞ്ഞു എന്നും അശ്ലീലം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു നടി രംഗത്ത് വന്നിരിക്കുന്നത്. കുന്നംകുളത്ത് വെച്ച് ഒരു ബസ് കാറിൻ്റെ ഫ്രണ്ടിൽ തടഞ്ഞു നിർത്തി ഫ്രണ്ടിൽ കയറി വന്നിട്ട് നടു റോഡിൽ വണ്ടി നിർത്തി ഷോ കാണിച്ചു. റോക്കി ബായിയെ പോലെ ഷോ കാണിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ അവർ അയച്ചിരിക്കുന്ന വീഡിയോ അല്ല, അവർ അയച്ചിരിക്കുന്ന ഫോട്ടോ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ വണ്ടി ഒതുക്കിയിട്ടൊക്കെയാണ്, ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടൊക്കെയാണ്. അപ്പം അത് കാണുമ്പോൾ തന്നെ ജനങ്ങൾ മണ്ടന്മാരുമല്ല പൊട്ടന്മാരുമല്ല. പിന്നെ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോൾ എന്ത് കാണിച്ചാലും സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സപ്പോർട്ട് ചെയ്യും. പിന്നെ സത്യസന്ധമായിട്ട് കോടതി ഇപ്പോൾ ഞാൻ കേസ് ഫയൽ ചെയ്യല്ലോ, അപ്പോൾ എല്ലാവരും സത്യം ഒന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയത്തിനുപരി കഴിഞ്ഞ ദിവസം ഡിപ്പോയിൽ ചെല്ലുന്ന സമയത്ത് ഇത് ബസ് അവിടെ കണ്ടുവന്നു. അതല്ല ഞാൻ ബസ് അവിടെ കണ്ടു എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ 101 ആണോ 111 ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ ഓടിച്ച ബസ് പോലത്തെ ഒരു ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു ഫ്രണ്ടിൽ. ഞാൻ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇറക്കി വിട്ടില്ലേ, ആ സമയത്ത് ഞാൻ വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് നോക്കുകയും ചെയ്തത്. നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ 101 വരെ ഇരിക്കണം. അപ്പോൾ ക്യാമറയും മറ്റേ സ്ക്രീനില്ലേ ഇങ്ങനെ ഇരിക്കണ കാണാം. ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഡോറിൽ കൂടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇത് ബസ്സാണെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ നോക്കുമ്പോൾ കസേര കാണില്ലേ, അതേപോലെ ആ സ്ക്രീന് കാണാം. അത് ഇളക്കിക്കൊണ്ട് പോയെങ്കിൽ അത് കാണൂലല്ലോ. പിന്നെ അത് എങ്ങനെയാണ് പോയെന്നുള്ള അറിഞ്ഞൂടാ. MLA ആളുകൾ ഇറക്കി വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറക്കി വിട്ട് കേസ് എനിക്ക് അറിഞ്ഞൂടാ. ബസ്സിലെ ഞാൻ കേസ് പറഞ്ഞുതരാം. ഇവരെല്ലാവരും കൂടെ വാക്കേറ്റമായി അങ്ങോട്ട് സംസാരമൊക്കെ ആയി. നീ എന്നെ എന്തുവാടാ പറഞ്ഞതെന്ന് അശ്ലീലം കാണിച്ചു, കൈ കൊണ്ട് കാണിച്ചു, കാലുകൊണ്ട് കാണിച്ചെന്ന് മാഡം പറയുന്നു. മാഡം പറയണേ MLA ഇതുവഴി വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു നീ എന്താടാ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ഡോറ് തുറക്കാൻ പറഞ്ഞു. ഈ വണ്ടി മുന്നോട്ട് പോകില്ല. ഡോറ് തുറന്ന് കൊടുത്തപ്പോഴത്തേക്ക് ഈ വണ്ടി മുന്നോട്ട് പോകില്ല. അകത്തേക്ക് ആ വീഡിയോ നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് ആ വീഡിയോ അല്ലേ ഗുണ്ടായിസമാണ് കാണിച്ചത്. പക്കാ ഗുണ്ടായിസം കാണിച്ചു. പക്ഷേ നമുക്ക് നമ്മുടെ KSRTC നടപടി വേറെ വല്ലവരും പാവപ്പെട്ടവനാണ് ഇത് കാണിച്ചതെങ്കിൽ KSRTC നടപടി എടുക്കുമായിരുന്നു. ഇപ്പോൾ ഇവരെ പിടിബല ഉള്ളതുകൊണ്ട് ഇവരെ ഒന്നും ചെയ്തില്ല. ഇവരെ പേരിൽ നടപടി എടുത്തില്ല. അതിന് പകരം നേരെ തെറ്റ് ചെയ്യാത്ത എൻ്റെ പേരിലാണ് കേസ് അവർ കൊണ്ടുകൊടുത്തത്. അതൊക്കെ പറയും ചേട്ടാ. ഞാനൊരു നാരങ്ങ മുട്ടായിയാണ് ലഹരി എന്ന് ഞാൻ അറിഞ്ഞില്ല. നാരങ്ങ മുട്ടായിയുടെ കവർ നീളമുള്ള കവറാണ്, ഒരു വലിയ കവറാണ് എടുത്ത് കളയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ബിസ്ക്കറ്റാണെന്ന് പറഞ്ഞു. ഞാൻ ബിസ്ക്കറ്റും വാങ്ങിച്ചു വയ്ക്കും, കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചു വയ്ക്കും, നാരങ്ങ മുട്ടായി വാങ്ങിച്ചു വയ്ക്കും. ഇതിൽ കണ്ടക്ടറിന് ഞാൻ നാരങ്ങ മുട്ടായി ഓരോ സ്റ്റാൻഡിൽ വരുമ്പോൾ നാരങ്ങ മുട്ടായി കൊടുക്കുകയാണ്. ഫ്രണ്ടിൽ ഇരിക്കാതെ അവൻ എങ്ങനെയാണ് നാരങ്ങ മുട്ടായി കിട്ടുന്നത്? ഫ്രണ്ടിലായിരുന്നു. സ്വാധീനിക്കേണ്ട കാര്യമില്ലല്ലോ. അവ ആ പാർട്ടിയിലുള്ളതല്ലേ, അവ അതിനെ സ്വാധീനിക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ വേറെ പാർട്ടിയിലുള്ളവരല്ലേ സ്വാധീനിക്കുന്നു പറയുന്നത്. പാർട്ടിക്കാരെ ഒരിക്കലും പാർട്ടിക്കാരെ മാറ്റി പറയില്ല. ഉണ്ട്. ഭീഷണിയുണ്ട്. അത് എൻ്റെ ഫോണിലല്ല, വേറെ ഫോൺ വഴി എൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ച് വീട്ടുകാരെ വിളിച്ചിട്ട് അവൻ്റെ അടുത്ത് മര്യാദയ്ക്ക് നടക്കാൻ പറയണം. അവൻ ഇങ്ങനെ കേസും വഴക്കുമായിട്ട് നടക്കാതെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത്
എൻ്റെ അടുത്ത് പാർട്ടിയിലുള്ള ഒരുപാട് ചേട്ടന്മാർ വന്ന് പറഞ്ഞിട്ടുണ്ട്, മക്കളെ ഇത് എങ്ങനെയെങ്കിലും കൂടുതൽ ദോഷമാക്കാതെ സംസാരിച്ച് ക്ലിയർ ചെയ്യും, അവളെ ഇതുകൊണ്ടാണ്, അവളെ സംസാരം കൊണ്ടാണ് ഇത്രയും ഉണ്ടായെന്ന് നമുക്കൊക്കെ മനസ്സിലായി, നീ തെറ്റുകാരനല്ലെന്ന് പല ചേട്ടന്മാരും വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയിലുള്ളതാണ്. CPM എന്ന് പാർട്ടി എടുത്ത് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നില്ലെന്ന് വെച്ചാൽ അവരൊക്കെയായിട്ട് എനിക്കൊരു സ്നേഹബന്ധമുണ്ട്. നമ്മൾ ഏത് പാർട്ടി ആയാലും നമ്മളിപ്പോൾ ഞാനൊരു പാർട്ടിയിലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ചേട്ടൻ കോൺഗ്രസ്സിലാണ്, മറ്റേ ചേട്ടൻ BJPയിലാണ്, വേറൊരു ചേട്ടൻ കമ്മ്യൂണിസ്റ്റിലുണ്ട്. ഇതൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു പാർട്ടിയിലും ചായ്വ് കാണിച്ചിട്ടില്ല. നേരത്തെ കോളേജിൽ പഠിച്ചപ്പോൾ കട്ടയ്ക്ക് SFI ആയിരുന്നു. എന്നിട്ട് എനിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിലുള്ള വിഷമവും സങ്കടവുമുണ്ട്. ഇത് ഈ വണ്ടി തടഞ്ഞ സമയത്ത് ഇവര് അവരെ ചീത്ത വിളിച്ചു, അല്ലെങ്കിൽ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു എന്നൊക്കെ. വണ്ടി തടഞ്ഞപ്പോൾ ആംഗ്യം കാണിച്ചെങ്കിലും ചീത്ത വിളിച്ചെങ്കിലും ആ വീഡിയോയിൽ കാണിക്കൂലേ? ഞാൻ ഇങ്ങനെ കാണിച്ചെന്നോ എനിക്ക് അറിഞ്ഞൂടാ. ആ വീഡിയോ എടുത്ത് നോക്കണം നിങ്ങൾക്ക്. അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇങ്ങനെ വല്ലതും കാണിച്ചിട്ടുണ്ടോ? അത് ആംഗ്യ ഭാഷയിൽ ചീത്തയാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. എന്തോ ആയിരിക്കും. അവർ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ കാണിച്ചു എന്നാണ് പറഞ്ഞത്. അവർ വണ്ടി തൊട്ട് ബാക്കിൽ വന്നപ്പോൾ ഇടിക്കാൻ വന്നപ്പോൾ തിരിഞ്ഞു നോക്കിയെന്നാണ് പറയുന്നത്. വൈകുന്നേര സമയത്ത് വണ്ടിയിലൊരു ഡ്രൈവർ കൈകൊണ്ടൊരു ആംഗ്യം കാണിക്കുന്നത് ഒരുപാട് പുറകെ നിൽക്കുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതല്ല, ചേട്ടൻ ഈ കാർ ഓടിക്കുന്ന ആളാണ്. ചേട്ടൻ പുറകിൽ ഈ പയ്യനെ കൊണ്ടൊന്ന് കാർ ഓട്ടിച്ചിട്ട് പുറകിൽ ഇപ്പോൾ പോകുമ്പോൾ പുറകിൽ ഇരുന്നിട്ട് ഒരു KSRTC ബസ്സിൻ്റെ തെളിച്ചത്തിൽ അതിൻ്റെ അകത്ത് ഡ്രൈവർ എന്തൊക്കെ പറയുന്നെന്ന് സംസാരിക്കണമെന്ന് ചേട്ടന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല ഈ പ്രകാശത്തിൻ്റെ. പിന്നെ ഞാൻ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചെന്ന് പറയുന്നതിന് വല്ല അർത്ഥമുണ്ട്? എന്നെ എല്ലാം പറയുന്നുണ്ട്, അത് വീഡിയോയിലുണ്ട്. പക്ഷേ ഞാൻ തിരിച്ചായിട്ട് മാഡം എന്ന് വിളിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അത് മേയറാണെന്ന് അറിയുന്നതിന് മുമ്പും ഞാൻ മര്യാദയ്ക്കാണ് സംസാരിക്കുന്നത്, അറിഞ്ഞതിന് ശേഷവും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്. പിന്നെ എൻ്റെ അപ്പനെ വിളിച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഞാൻ പറഞ്ഞ് എത്ര ഒരു തെറ്റായിട്ടുള്ള വാക്കെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ട് അതേപോലെ പറഞ്ഞു. മേയറല്ല വിളിച്ചത്, മേയർ സഹോദരനാണ് വിളിച്ചത്. അത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. മേയർ എന്നെ അപ്പനെ വിളിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ആംഗ്യ ഭാഷ കാണിച്ച് ഇയാൾ എന്താ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ കൈ ചൂണ്ടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഞാനൊരു സർക്കാർ ഇതിൽ ഇരിക്കുന്നതാണ്, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയെങ്കിൽ ഓക്കെ. ഇവർ ഡ്യൂട്ടിയിൽ പോലും അല്ല, ഈ മാഡം ഡ്യൂട്ടിയിൽ പോലും അല്ല. എന്നിട്ട് പോലും എൻ്റെ അടുത്ത് മോശമായിട്ടാണ് സംസാരിച്ചത്. പിന്നെ ഈ പയ്യനാണെങ്കിൽ പറഞ്ഞത് നിൻ്റെ അപ്പൻ്റെ വകയുടെ റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെയാണ് ആദ്യം കിടന്ന് ചാടുന്ന ആ വീഡിയോ കാണാം. സഹോദരൻ എന്നാണ് പറയണത്, ഒരു പൊക്കമുള്ള പയ്യൻ. അത് കഴിഞ്ഞ് ഒരു പൊക്കം കുറഞ്ഞ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് മാഡം വരുന്നത്. ഇഷ്യൂ ആയപ്പോൾ ഈ മേയർ അടക്കമുള്ളവര് ഇവര് മദ്യവെച്ചിട്ടുണ്ടായിരുന്നോ ഇവരുടെ പെരുമാറ്റത്തിൽ ഇതിന് തോന്നി? എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പയ്യൻ്റെ മേയറിനെയും MLA ഞാൻ പറയുന്നില്ല, ആ പയ്യൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നു. അല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഒരിക്കലും അവരെ ഞാൻ പറയില്ല. എന്തെന്ന് വെച്ചാൽ അവരെ പ്രായം അതാണ്. എന്തെന്ന് 33 വയസ്സ് എനിക്കുണ്ട്. എനിക്ക് ആളുകളുമായിട്ട് സമ്പർക്കമുണ്ട്, നല്ല രീതിയിലുള്ള ഇതുണ്ട്. എൻ്റെ കൂടെ നിങ്ങൾക്ക് എവിടെ വേണോ തിരക്കാം. നിങ്ങൾ എവിടെ പാലയിലാണ് ഉള്ള കോട്ടയം വഴി വരുന്ന വണ്ടിയാണ്. അവിടെ ഉള്ള എന്നെ അറിയാമെന്നുള്ള നല്ല പാർട്ടിയിലില്ലാത്ത ആളുകളെടുത്ത് തിരക്കിയാൽ മതി. എൻ്റെ ബസ്സിൽ ഒരു തവണയെങ്കിലും കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്നെ നല്ലതേ പറയുള്ളൂ. സ്ത്രീകൾ പോലെ ഷേക്കൻഡ് വന്നിട്ടാണ് പോകുന്നത്. എൻ്റെ വീമ്പ് പറയണല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം. ആ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയാലും മതി. ഒരു പെൺകുട്ടി ഇട്ടിട്ടുണ്ട്, ഒറ്റയ്ക്കാണ് ഹസ്ബൻഡ് കയറ്റി എറണാകുളത്തുനിന്ന് വിട്ട് അന്നത്തെ സമയം ഞാൻ വഴിക്കട ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ഒറ്റയ്ക്ക് കയറ്റി വിടും. അതിനെ ഞാൻ ഇടക്കര ഇത്രയും ലോങ് ഇടക്കര കൊണ്ടുവന്ന് ഇറക്കി വിട്ട് അതിൻ്റെ അച്ഛൻ വരുന്നവരെ ചില സമയത്ത് അതിൻ്റെ അച്ഛൻ ലേറ്റാകും. വരുന്നവരെ വണ്ടി അവിടെ ഇട്ട് അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, നമ്മൾ അത്രയും അശ്ലീലം പറയണമെങ്കിൽ എത്ര വർഷമായിട്ട് ഓടിയ വണ്ടിയെന്നറിയാമോ അത്. അപ്പോൾ ആ വണ്ടിയിൽ പോലും ഇങ്ങനെ ഒരു പരാതി കേട്ടിട്ടില്ല. ഇതാദ്യമായിട്ട് സ്ത്രീ വിഷയത്തിൽ കുടുക്കി അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ശ്രമങ്ങൾ ഇനിയും തുടരുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ നടിയെ കൊണ്ട്? ചേട്ടാ, ആദ്യമേ ഇങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിൻ്റെ പേരിൽ എനിക്കൊരു അലിഗേഷൻ ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ പറയുന്നത്. ആദ്യമേ ഇങ്ങനെ ഒരു കേസുണ്ടായിരുന്നു, അത് പാർട്ടി ബേസ് തന്നെയാണ്. കട്ട പാർട്ടി ബേസ് എന്ന് വെച്ചാൽ കട്ട അടിയായി വീട്ടിൻ്റെ അവിടെ തിരക്കിയാ അറിയാം. അത് വ്യാജ കേസായിട്ട് ഇവർക്ക് എപ്പോഴും സ്ത്രീ വിഷയത്തിൽ കുടുക്കി കഴിഞ്ഞാൽ ഒരു പുരുഷനെ തളയ്ക്കാമല്ലോ. അത് അതാണ് ഞാൻ പറഞ്ഞു തന്നെ.
ഞാൻ നിങ്ങളുടെ വീഡിയോ എടുക്കാൻ വരുമ്പോഴേ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന കാര്യമായിരുന്നു. എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് പറയുമ്പോഴത്തേക്ക് നമ്മൾ തെറ്റുകാരാകുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് അതിൻ്റെ ജഡ്ജിമെൻറ്റ് കോപ്പി. ചേട്ടാ ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഇതാണ് ജഡ്ജിമെൻറ്റ് കോപ്പി, പഴയ കേസിൻ്റെ തീർന്നത്. എന്തോ ആയിക്കൊണ്ട് കേട്ടോ അവർ പറയുന്ന ഇപ്പോൾ പറയുന്ന ഈ ജഡ്ജിമെൻറ്റ് കോപ്പി ഇത്രയും ദിവസം ഇങ്ങനെ പറയുന്നത് കിട്ടുന്നുണ്ടോ? ആ ജഡ്ജിമെൻറ്റ് കോപ്പി എന്താ ഒപ്പിട്ടേക്കണേ സീലും. ഇത് പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ പുറത്ത് കാണിച്ചപ്പോഴത്തേക്ക് ഉടനെ പ്ലേറ്റ് മാറ്റുകയാണ്. ഓരോ വാർത്തയിലും പറയുന്നുണ്ട് അവൻ്റെ ചേട്ടൻ പോലീസിലും അവൻ്റെ ചേട്ടൻ പാർട്ടിക്കാരനും ആയതുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കി. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഭീഷണിക്ക് വഴങ്ങുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെന്നല്ല, ഒരാളും ഭീഷണിക്ക് അവർ വഴങ്ങിയൊന്നുമില്ല. ആരെയും ഭീഷണിയും ആര് പറഞ്ഞാലും കേൾക്കൂല. നിലവിൽ KSRTCയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു തുടർ നടപടികൾ ഉണ്ടാകും തോന്നുന്നുണ്ടോ? സപ്പോർട്ടല്ലാത്ത രീതിയിൽ ജോലിയിൽ നിന്ന് പിരിച്ചു. എനിക്ക് അതിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോരോ കേസുകളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അതിൻ്റെ റിപ്പോർട്ടൊന്നും വേണ്ട, കുറച്ചും കൂടെ കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയാൽ മതി എന്ന് പറഞ്ഞു. മന്ത്രിയുടെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല. അല്ല, ഗതാഗത മന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. നമ്മൾ ആ സ്ഥാനത്ത് ഇരിക്കുമ്പോഴേ അറിയുള്ളൂ. ഗതാഗത മന്ത്രി മാക്സിമം എനിക്ക് സപ്പോർട്ടായിരുന്നു എന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ന്യായത്തിൻ്റെ കൂടെ എന്നെ പീഡിപ്പിച്ചവനായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത്, ന്യായത്തിൻ്റെ കൂടെ സാറ് നിൽക്കുമെന്നുള്ള അറിയാം. എനിക്ക് നേരത്തെ അറിയാം. തുടങ്ങിയ സമയം തൊട്ടേ ഉള്ള കാര്യങ്ങൾ KSRTC നിൽക്കണോണ്ട് സാറിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞാൻ നോക്കി കാണുന്ന ആളാണ്. അതുകൊണ്ട് എനിക്കറിയാം. അത് ഞാൻ ഒന്നും പറയാൻ ആളല്ല. അതൊക്കെ എനിക്ക് പറയേണ്ട കാര്യമില്ല, ജനങ്ങളാണ് അറിയേണ്ടത്. ഉണ്ടായാലും ഇനി എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലും എവരാണ് ഉത്തരവാദി എന്നാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഈ വേളയിൽ ജീവനുള്ളിടത്തോളം മുമ്പോട്ട് തന്നെ പോകും. അല്ലെങ്കിൽ അവർ എന്നെ കൊല്ലണം. ഞാൻ ഒന്നുമില്ലെങ്കിൽ SFIക്ക് പ്രവർത്തിച്ച മനുഷ്യനാണ്. അപ്പോൾ അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കൊല്ലണം, അത്രയേ ഉള്ളൂ. അവരിനി പ്രശ്നങ്ങളുണ്ടാക്കും. ഇനി ഓരോരുത്തരെ വെച്ച് ചിലപ്പം ഇങ്ങോട്ട് വന്ന് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ പെണ്ണ് കേസിൽപ്പെടുത്തും, അല്ലെങ്കിൽ വലിയ വ്യാജ കേസിൽപ്പെടുത്തും, അല്ലെങ്കിൽ പൈസ തന്നിട്ട് വേറെ എന്തെങ്കിലും പറയും. ഇതൊക്കെ ഞാൻ കണക്ക് കൂട്ടി വെച്ചിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നും ഉണ്ടാവും. എന്തെന്ന് വെച്ചാൽ പാർട്ടിയെക്കുറിച്ച് എനിക്കറിയാം. പാർട്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട്, ചില ആൾക്കാർ എല്ലാവരും മോശമാണെന്ന് ഞാൻ പാർട്ടിയെ മൊത്തം അടച്ചാക്ഷേപിക്കില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് പാർട്ടിയിൽ ചെറിയൊരു ചായ്വ് ഉണ്ടായിരുന്നു. പഠിച്ചിരുന്ന കാലത്ത് ചായ്വുണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്നേഹവും പാർട്ടിയിലത്തെ ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ ശിവൻകുട്ടി MLA ആയിരുന്ന സമയത്ത് ഇലക്ഷൻ വന്നപ്പോൾ വോട്ടിട്ട് വീട്ടിൽ വന്ന് ശിവൻകുട്ടി MLA എൻ്റെ വീട്ടിൽ വന്ന് അതെനിക്ക് അറിയണ്ടല്ലോ. അത് നേതാവ് പലതും പറയും, നമ്മളതിൽ. പക്ഷെ എൻ്റെ സത്യാവസ്ഥ അവരറിയണമെന്നാണ് ഞാൻ പറയുന്നത്. സത്യാവസ്ഥ അതിലിറങ്ങി എന്താണെന്നുള്ള. എൻ്റെ അടുത്ത് ഇത്രയും ദിവസമായിട്ട് ഒരു മന്ത്രിമാരോ ഒരു പാർട്ടിക്കാരോ എൻ്റെ അടുത്ത്, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും, പിന്നെ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJPയിലുള്ള ആളും കോൺഗ്രസ്സിലുള്ള ചില ആൾക്കാരും വന്ന് എന്താണ് കാര്യമെന്ന് തിരക്കിയിട്ടുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റിലുള്ള ഒരൊറ്റ ആൾക്കാർ എൻ്റെ പരിചയക്കാരാവട്ടെ അല്ലാത്തവരായിട്ട് ഏതെന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. പിന്നെ ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഈ പാർട്ടിപരമായിട്ട് ബന്ധപ്പെട്ട് അല്ലാതെ PMS ആണ് ഒരു സംഘടന ഉണ്ടായിരുന്നു, എനിക്ക് ഒരു ആദരവ് തന്നതാണ്. അപ്പോൾ അത് PMS എന്ന് പറഞ്ഞാൽ PMS ആണ്. ഇവിടെ പട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് താഴെയാണ് വഴി. അവിടെ ആദരവ് തന്നതിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതിലെ ഒരു കമ്മ്യൂണിസ്റ്റിലുള്ള ഒരു സാറാണ് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞത്, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ അങ്ങറ്റം വരെ പോവുക, നിൻ്റെ ഭാഗത്ത് ക്ലിയർ ആണെങ്കിൽ. പക്ഷെ നിൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നിൻ്റെ ഭാഗത്ത് ക്ലിയർ ആണോ അല്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിനക്ക് നീതി കിട്ടണമെങ്കിൽ നീ അങ്ങറ്റം വരെ പോകണം. പ്രത്യേകിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സാറ് പറഞ്ഞ വാക്കിന് വില കൊടുക്കണം. ഇത്രയും ജനങ്ങൾ എൻ്റെ
പിന്നാലെ ഉണ്ടെന്നാണ് എനിക്ക് ഉറപ്പ്. എൻ്റെ സപ്പോർട്ടിങ് സംഭവം നിങ്ങൾ ഈ വ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ സപ്പോർട്ടിങ് കൂടുതലും പാർട്ടിയിലുള്ള ജനങ്ങളല്ല, സാധാ ജനങ്ങളാണ്. ഡ്രൈവേഴ്സ് അങ്ങനെ കുറേ സാധാ ജനങ്ങളാണ് എൻ്റെ കൂടെ ഉള്ളത്. അവരെ എങ്ങനെയെങ്കിലും ഞാൻ പെണ്ണ് പിടിയാനെന്നുള്ള രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെയും പെണ്ണ് കേസുകൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ അറിയാം. ഇന്ന് ഞാൻ ഇത് കേട്ടപ്പോൾ അന്തം വിട്ടു. ഈ പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. അപ്പോൾ അവർ പറയട്ടെ കുറേ കാലം കഴിയുമ്പോൾ ഇതൊക്കെ ബസ്സിനുള്ളിൽ കയറി MLA-യും അതുപോലെ തന്നെ സഹോദരനും ഇതിനെ ആക്രമിക്കാനായിട്ടുള്ളൊരു ശ്രമമാണോ നടത്തിയത്? ബസ്സിനുള്ളിൽ കയറിയല്ല, എന്നെ വെളിയിലോട്ട് പിടിച്ചിറക്കി ആക്രമിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയില്ല. പോലീസ് വരാതെ സീറ്റിൻ്റെ വെളിയിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. നമ്മളെ വാഹനം KSRTC ഇടിക്കുകയോ എന്തൊരു ചെയ്താലും, പക്ഷേ ഇടിച്ച് മാരകമായിട്ട് അപകടം പറ്റിക്കഴിഞ്ഞാൽ പറ്റിയ ആളെ കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഇറങ്ങാം. അതല്ലാതെ ഇടിച്ചു കഴിഞ്ഞാൽ അവിടെ വിഷയ സംസാരമൊക്കെ ആവണമെങ്കിൽ പോലീസിനെ വിളിച്ചതിന് ശേഷം ഇറങ്ങാവുള്ളൂ. ഡോറ് പോലും തുറക്കാൻ പാടില്ലെന്നാണ് ഞാൻ. പക്ഷേ നിയമം ലംഘിച്ച് ഡോർ തുറന്നു കൊടുത്തു മറ്റാൾക്ക് വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ അത്രയ്ക്ക് വിഷയമായിരുന്നു. ഡോറ് തുറന്നു കൊടുക്കാതെ നിവർത്തിയില്ല. ഡോറ് തുറന്നില്ലെങ്കിൽ അവരെ വണ്ടിയിൽ കയറി അടിക്കും, അങ്ങനെ വേറെ വിഷയങ്ങൾ. അവൻ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് വയലൻ്റായാണ് നിന്ന് ആ പയ്യെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ചെക്ക് ചെയ്ത സമയത്ത് അവനെയും കൂടെ ചെക്ക് ചെയ്യണമെന്ന്. അവനാണ് ഓട്ടിച്ചത്. ഇല്ല എനിക്ക് പിടിപാടില്ലാത്തതുകൊണ്ട് എന്നെ കൊണ്ടുപോയി. എൻ്റെ ചേട്ടന്മാർ പാർട്ടി ബേസിൽ പിടിപാടുള്ളവരെന്നൊക്കെ ഇവർ ഓരോ ചാനലിൽ പറയുന്നുണ്ട്. പിടിപാടുണ്ടായിരുന്ന എൻ്റെ ചേട്ടൻ അതാണ്, ചേട്ടൻ പോലീസിലാണ്, ചേട്ടൻ അതിലാണ് ഇതിലാണെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് പിടിപാടുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് എന്നെ സ്റ്റേഷനിൽ നിന്ന് അന്ന് രാത്രി എന്നെ ചേട്ടന്മാർ കൊണ്ടുപോകാത്ത? ഞാൻ പിറ്റേ ദിവസം രാവിലെ വരെ 10:30 വരെ ആയത്. ഇല്ല, പിന്തുണ എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് മാത്രമേ പിന്തുണ ഉള്ളൂ. ചേട്ടന്മാരെന്ന ചേട്ടന്മാരെ സപ്പോർട്ട് ചെയ്യണമല്ല. ചേട്ടന്മാർക്കൊക്കെ അവരെ ഫാമിലിയും കുടുംബവും കാര്യങ്ങളുമായി അവരവരുടെ കാര്യം നോക്കി പോവുകയാണ്. ഞാൻ ഒന്നാമത് അധിക ബാധ്യതയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മോനെയും വെച്ച് 4-5 വർഷം കൊണ്ട് മോനെയും കൊണ്ട് ജീവിക്കുന്ന ഒരു ചരിത്രമാണ് എൻ്റേത്. പിന്നെ എൻ്റെ ഭാര്യ ഡിവോഴ്സായത് എൻ്റെ ഈ ദോഷ സ്വഭാവം കൊണ്ടാണെന്ന്. എൻ്റെ ഈ ദോഷ സ്വഭാവം കൊണ്ടല്ല, നമ്മൾ തമ്മിൽ ആശയവിനിമയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നമായതുകൊണ്ട് നമ്മൾ പിരിഞ്ഞതാണ്. അവർ പറയുന്ന ഓരോരുത്തർക്ക് ഇപ്പം വാദിക്കാമല്ലോ, ഓരോന്ന് ന്യായീകരണങ്ങൾ പറയാമല്ലോ. തനിക്കും കുടുംബത്തിനും നേരെ ഭീഷണിയുണ്ടെന്നും ഇതിനോടകം നിരവധി ആളുകൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് CPM-ൽ പെട്ടവർക്ക് സത്യസന്ധതയോ ധാർമ്മികതയോ ഒരു വിഷയത്തിലും പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും യദു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.